welcome back to our channel. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇപ്പോൾ റൂമിൽ ഇരുന്നിട്ട് ഒരു വീഡിയോ എടുക്കുന്നതൊക്കെ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഈ റൂം കുറച്ച് കാലമായിട്ട് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഇത് കണ്ട് മടുത്തു. നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ സാധനങ്ങളും കട്ടിൽ, കബോർഡ്, ഡ്രസ്സിംഗ് ടേബിൾ ഇതെല്ലാം ഒന്ന് മാറ്റി അറേഞ്ച് ചെയ്തിട്ട് നമ്മളൊരു സ്പേസ് ജസ്റ്റ് ഇങ്ങനെ റീഡിങ് കോർണർ, അതേപോലെ ജസ്റ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഞങ്ങൾ ഇവിടെ ഒരു കോർണറിൽ സെറ്റ് ചെയ്യാൻ പോകുന്നു. അതിന് വേണ്ടിയുള്ള ഒബ്ജക്ട്സും ഡെക്കറേഷൻ ഐറ്റംസും എല്ലാം ഞങ്ങൾ ഓൺലൈനിൽ മേടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേറൊരു ഹോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരും ഞങ്ങൾ. അപ്പോൾ നിങ്ങളൊന്ന് ഈ വീഡിയോ കണ്ടിട്ട് വരും. എങ്ങനെയുണ്ട്, ജസ്റ്റ് ചെറിയൊരു വീഡിയോ ആവും. അതെ, ബിഫോർ ആഫ്റ്റർ ഞങ്ങളത് മാറ്റുന്നതും എല്ലാം ഈ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ. ചെറിയ പൂക്കളൊക്കെ വെച്ചിട്ട് അതെ, ചെറിയ ഓട്ടകളൊക്കെ പൂക്കൾ വെച്ച് അടച്ച പോലെ ഞങ്ങൾ അടക്കനെ കാണിച്ചു തരാം. പൊസിഷൻ ഇവിടെ നിന്ന് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ കബോർഡ് ഇരിക്കുന്ന സ്ഥലം കണ്ടോ, അവിടേക്ക് മാറ്റുന്നു. ഈ കബോർഡിൽ എടുത്തിട്ട് എവിടേക്ക് മാറ്റുന്നു കേട്ടോ, അങ്ങോട്ട് മാറ്റുന്നു. പിന്നെ അതേപോലെ ഈ ഡ്രസ്സിംഗ് ടേബിൾ എടുത്തിട്ട് ഇങ്ങോട്ടും മാറ്റുന്നു. അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. നോക്കട്ടെ ഞങ്ങള്. ഗൈസ്, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? ഗൈസ് കാണിച്ചു കൊടുത്തേ. എത്ര സ്പ്രേ ബോട്ടിൽസ് ആണ് ഇതില്. ഈ സ്പ്രേ എന്ന് വെച്ച് ഭയങ്കര പ്രാന്താണ്. എത്ര പറയോ? എന്റെ കളക്ഷൻസ് ആണ്. ഇവിടെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്റെ കുട്ടി ലൈബ്രറിയാണ്. അതിന് കുറച്ച് ബുക്സ് സംഭവങ്ങളൊക്കെ. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റണം. ഇത് കമ്മലൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്ത ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടോ. ഒന്ന് കാണിച്ചെടുക്കട്ടോ. നല്ല ഭംഗിയില്ലേ? ഇത് മുകളിലൊക്കെ ഉണ്ട്. തെർമോക്കോൾ ബോക്സിന്റെ ഒരു എല്ലാം കമ്മലും അതിൽ കുത്തി വെച്ചിരിക്കുക. അതെന്താന്ന് വെച്ചാല് പെട്ടെന്ന് നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിനാട്ടോ. ഓക്കെ, അപ്പൊ ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റണം. ഇത് രണ്ടും ഞാൻ അവിടെ നിന്ന് അനക്കുന്നില്ല, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ബാക്കി ഈ രണ്ട് തഴത്ത സാധനങ്ങളൊക്കെ എടുത്തിട്ടും മാറ്റും. അപ്പൊ നമുക്ക് ആദ്യം ബെഡ് മാറ്റാം.
അപ്പം നമ്മൾ കട്ടിലും മാറ്റി, അതേപോലെ ഇവിടെ ലാപ്പ് വെച്ചിരിക്കുന്ന ടേബിൾ ഇങ്ങോട്ട് മാറ്റിയിട്ടോ. ഇനി ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇവിടെയാണ് റീഡിങ് കോർണർ ആക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ വാൾ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലൊരു കഥയില്ല, പക്ഷേ ഈ ഗിറ്റാറിൻ്റെ പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. എന്തായിട്ട് ഞാൻ പറയണോ ആയിട്ട് പറയണോ? അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ മെഹന്തി ഇട്ടിട്ടിരിക്കുകയായിരുന്നു. അറിയാണ്ട് എങ്ങനെയോ കൈ ഇങ്ങനെ കട്ടിൽ അങ്ങോട്ട് ആ ഭാഗത്തേക്കായിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഭാഗത്തേക്കായിരുന്നു. അപ്പോൾ എങ്ങനെയോ അറിയാതെ കയ്യിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടു. അപ്പോൾ ഇവിടെ കുറച്ച് കളറായി. അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഗിറ്റാർ വാങ്ങിച്ചൊട്ടിച്ചിരിക്കുന്നത്. എന്താ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ പോണത്. തുടങ്ങാം. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതല്ല, അത് നമ്മൾ ഇവിടെ വീട്ടിലുണ്ടായിരുന്നതാണ്. അതിനൊന്ന് ബിൽഡപ്പ് ചെയ്തെടുത്താണ്ടാണ്. നമ്മൾ ഓർഡർ ചെയ്തിട്ട് കുറേ കഴിഞ്ഞിട്ടുണ്ട് സാധനങ്ങളൊക്കെ എത്തിയത്. കാരണം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ലേറ്റ് ആയിരുന്നു ഡെലിവറി. എന്നിട്ടും 1-2 സാധനം അവർ ക്യാൻസൽ ചെയ്തു. എന്തോ ഇങ്ങോട്ട് ഡെലിവറി ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഇന്നാണ് എത്തിയതാണ് ഇത്ര ലേറ്റ് ആയത്. നമ്മൾ കുഷ്യൻസ് സെറ്റ് ചെയ്യണേ, നമുക്ക് ഇരിക്കാൻ പാകത്തിൽ. രണ്ടെണ്ണം വന്നപ്പോഴേ പില്ലോ കവർ അല്ല കുഷ്യൻ കവർ ഇട്ട് വെച്ചതാണ്. ഇനി ഇതൊക്കെ ഇടാനായിട്ട് ഇവിടെ ഉണ്ട്. ബെഡിൻ്റെ പൊസിഷൻസും കബോർഡിൻ്റെ പൊസിഷനും ലാപ്പ് ടേബിളിൻ്റെ പൊസിഷനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കളമ്പി മാറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ പറയണം ബിഫോർ ആണോ ആഫ്റ്റർ ആണോ നല്ലത് കേട്ടോ. ഇവിടെ സ്പേസ് എല്ലാം കൂടി സ്പേസ് കുറച്ച് കുറവാണ്. റൂമിൽ നല്ല സ്പേസ് ഒക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ സാധനങ്ങൾ കുറച്ച് കൂടുതലായതുകൊണ്ടുള്ള പ്രശ്നം തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ ആഫ്റ്റർ. ഓക്കെ, അപ്പോൾ ഗായ്സ് നിങ്ങൾ കണ്ടു കാണും ഞങ്ങളിത് ചെയ്ത വീഡിയോ. നിങ്ങൾക്കും അതെ നിങ്ങളുടെ ഒരു ബോറിംഗ് റൂമൊക്കെ ഇതേപോലെ ഒരു മേക്ക് ഓവർ ചെയ്ത് ഇതേപോലെ ഒരു സ്പേസ് ഇങ്ങനെ ഒരുമിച്ച് ഇരുന്ന് സംസാരിക്കാനും ബുക്ക് വായിക്കാനൊക്കെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ.
ഇതേപോലെ ഞങ്ങൾ മേടിച്ച ഒബ്ജക്ട്സിനൊന്നും അത്ര വലിയ വിലയും എക്സ്പെൻസീവ് ഒന്നും ഇല്ലാത്തൊരു ഒബ്ജക്ട്സ് ഒക്കെ തന്നെയാണ്. അതിൻ്റെ വീഡിയോ അടുത്തത് വരും, എന്തൊക്കെയാണ് സാധനങ്ങൾ മേടിച്ച്, എവിടുന്നാണ് മേടിച്ച്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് അത് നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണുന്നതാവും. ഞങ്ങളുടെ ഒരു ഹോബിയാണത് കേട്ടോ. കുറച്ച് ദിവസങ്ങൾ ഒരു സൈഡിലേക്കായിരിക്കും ഞങ്ങൾ റൂം ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും, കുറച്ചിപ്പുറത്ത് അങ്ങനെ കട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈയിടെയായിട്ട് ഞങ്ങൾക്ക് ഇത് തന്നെയാണ് ഹോബി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ കൂടുതൽ വേറെ ഇതേപോലെ ചെറിയ വീഡിയോസ് ചെയ്യാതെ ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു ഉന്മേഷം തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് സപ്പോർട്ട് ചെയ്ത് തരണം, മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്കും കുറച്ച് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതും കൂടി ചെയ്ത് പിന്നെ ആ കുഞ്ഞും ബെൽ ബട്ടണും കൂടി ഞെക്കി പിടിക്കാൻ മറന്നേക്കരുത്. അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഞങ്ങൾ വീഡിയോ ഇട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക കമൻസിൻ്റെ രൂപത്തിൽ. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.